ഇത് കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. സർവജ്ഞനായ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യന്റെ മൂക്കിൽ മോനെ നന്നായിരിക്കുന്നു. മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തനിയായിരിക്കുന്ന ആദമിന് തക്ക തുണ കൊടുക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ആദമിന് ഗാഠനിദ്ര ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരികലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ച് സമീപ ഭാഗത്ത് കൊണ്ട് നിർത്തി. ആദാം ഉറക്കമുണർന്ന് ഹവ്വായെ കണ്ടു, അത്ഭുത ഭയ പരവശനായി പോയെന്ന്. എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച, ഹന്ത മിന്നലി ഭൂവിൽ പിണ്ടിത കൃതിയായോ, ചന്ദ്രനെ വെടിഞ്ഞിങ്ങ് ചന്ദ്രിക വരാമതോ, ആ സാന്ദ്ര സൗഭാഗ്യം എന്തൊരു നവസൃഷ്ടി എന്നാ. അത്ഭുതപ്പെട്ടു പോയി. നിങ്ങളിരിക്കും പോലൊന്നും അല്ല ഔവ. ഇതിപ്പം പരുവക്കേടില്ല, എന്നാലും വന്നിരിക്കുന്നല്ലോ വലിയ കാര്യം. അതെ, സാറ് കൊടുത്തിരിക്കുന്നത് കേശഭംഗിയും മുഖാംബുജത്തിലാശകൻ പോലെ കളിയാടുന്ന ഞാൻ പുന്തിരി കൊണ്ട് തിരിയ ജാതിയും മയപ്പെടും അഞ്ചിതമായ ദന്തപ്രഭയും മുകുളവും പാടലാതരം മനോമോഹനം നാസികയും പേടമാനടിപണിതിയിടുന്ന മിഴികളും ഔവായുടെ കണ്ണും ചുണ്ടും മൂക്കും കവിളും എല്ലാം വളരെ ആകർഷകമായിരുന്നു. കാരണം അപാകത വരാൻ സാധ്യതയില്ല, ദൈവം സൃഷ്ടിച്ചതാണ്. പാടലാതരം മനോമോഹനം നാചികയും പേടമാനടിപണിതിയിടുന്ന മിഴികളും ഉല്ലതൽ കല്ലോലം പോലിളകും ചില്ലിയുഗം. അപ്പൊ ഔവ ഇങ്ങനെ നിന്ന് കഴിയുമ്പം ഈ കല്ലോലം പോലിളകും ചില്ലിയുഗം വന്ന എന്ന് പറഞ്ഞ ഈ പിരിയം, കല്ലോലം വെള്ളത്തിര, ചെറിയ കാറ്റടിക്കുമ്പോൾ വെള്ളത്തിര ഇങ്ങനെ ഇളകി നിൽക്കുന്നത് പോലെ പിരിയം. അല്ലാതെ അതെല്ലാം കൂടെ പഠിച്ച് പറിച്ച് ഊരെ കളഞ്ഞേച്ച് തള്ള നടക്കുകയല്ല. അങ്ങനെ നടക്കുന്നവരൊക്കെ ഉണ്ട് ചിലപ്പോൾ ഇതിനകത്തും കാണും. ഉല്ലതൽ കല്ലോലം പോലിളകും ചില്ലിയുഗം, നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഗണ്ഡങ്ങളും, ഗണ്ഡം കവിള്, ദാടിമം മാതളം. അപ്പൊ കവിഭാവനയാ, രണ്ട് മാതളപ്പഴം എടുത്ത് വെച്ചതുപോലെ ആ കവിള് രണ്ടും തുടുത്ത്. അല്ലാതെ കവിള് പൊട്ടി കണ്ണുമെല്ലാം കൊഴിഞ്ഞ് പഴയ പട്ട് സോഡാവ് ഇരിക്കും പോലൊന്നുമല്ല. നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഗണ്ഡങ്ങളും. അതെ, അധികം വിസ്തരിക്കുന്നില്ല. അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ, അപാകതയൊന്നുമില്ല. സങ്കീർത്തനക്കാരൻ പാടിയല്ലോ, ഭയങ്കരവും അതിശയകരമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. നാം ദൈവത്തിന്റെ സൃഷ്ടിയാ. അങ്ങനെ ദൈവം തമ്പുരാൻ ഇവരെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി ഇവർക്ക് പ്രധാനമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തു. നിങ്ങൾക്കറിയാം, വിവാഹ ശുശ്രൂഷകൾ കർത്തദാസന്മാരൊക്കെ നന്നായിട്ട് പ്രസംഗിക്കും. പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ്. 1, തോട്ടത്തിൽ വേല ചെയ്യണം. 2, തോട്ടം കാക്കണം. 3, ഞാൻ തന്നെ പറയണോ? അതിമുതൽ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. അതിമുതൽ കൻപേതരിച്ചോൻ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. നിധി വരം 4 ഉറച്ച പെറ്റു പെരുകി മണ്ണിടം അകന്നരുൾ ചെയ്ത. നിധി വരം 4 ഉറച്ച പെറ്റു പെരുകി മണ്ണിടം അകന്നരുൾ ചെയ്ത. അതിമുതൽ കൻപേതരിച്ചോൻ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. നിധി വരം 4 ഉറച്ച പെറ്റു
മന്നിടം വാഴുന്നരുൾ ചെയ്ത. അപ്പോൾ സർവജ്ഞനായ ദൈവം പ്രധാനമായിട്ട് 4 കാര്യം. 1, തോട്ടം കാക്കണം. 2, തോട്ടത്തിൽ വേല ചെയ്യണം. 3, നിങ്ങൾ ഇതിനെയെല്ലാം അടക്കി ഭരിക്കണം. 4, സന്താന സമ്പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയണം, പെരുകണം. അനുസരിച്ചില്ല, കേട്ടില്ല, അംഗീകരിച്ചില്ല, ശ്രദ്ധിച്ചില്ല, എന്തിനേറെ തോട്ടത്തിൽ പാമ്പ് കയറി. ഈ അമ്മയുടെയൊക്കെ വന്ന് എനിക്ക് വന്ന് ആദ്യം നമ്പർ കൊടുത്ത് കാണും. അമ്മ ഫ്രീ ആകുമ്പോൾ എന്നെ വന്ന് അങ്ങനെ ആണല്ലോ തുടക്കം. സിസ്റ്റർ ഫ്രീ ആകുമ്പം സിസ്റ്റർ എപ്പോഴും ഫ്രീയാ. ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും എടുക്കുകയും ചെയ്ത് ചുരുക്കി പറഞ്ഞാൽ ഈ പിശാച് പാമ്പ് ഈ തള്ളയെ ചതിച്ചു. ഞാനിങ്ങനെ പറഞ്ഞ അമ്മാമ്മയും പാമ്പും. അമ്മാമ്മയും അല്ല, തോട്ടത്തിലെ അമ്മാമ്മയും കാട്ടിലെ പാമ്പ്. ഇങ്ങനെയാ ഞാൻ പറഞ്ഞേ. പാമ്പ് പാടി, അമ്മാമ്മ ആടി. അതാ, പാമ്പ് പാടി, അമ്മാമ്മ ആടി. പണ്ട് വൃക്ഷങ്ങളെല്ലാം കൂടെ ചെന്ന് പറഞ്ഞു, ഒന്ന് ആടാൻ വരാമോ എന്ന്. അത്തിയോടും ചോദിച്ചു, മുന്തിരിയോടും ചോദിച്ചു, ഒലിവിനോടും ചോദിച്ചു. വിസ്തരിക്കണ്ടല്ലോ, അറിയാം. അവര് പറഞ്ഞു, ഞങ്ങളുടെ ഈ വിശേഷമായ ഫലവും രസവും ഈ ശ്രേഷ്ഠത ഇട്ടേച്ച് ഞങ്ങൾ എങ്ങും ആടാൻ വരത്തില്ല. എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരോടും ദൈവമക്കളോടും പറയാം, നമുക്ക് ഏറ്റവും ശ്രേഷ്ഠം ഈ ശുശ്രൂഷയാണ്. ശുശ്രൂഷ ആമേ ഇട്ട്, ഈ മഹനീയമായ ശുശ്രൂഷയ്ക്കിട്ട് വേറെ ഒന്നിൻ്റെയും പുറകെ ആടരുത്, ആടാൻ പോകരുത്. ആമൻ ഈ ശുശ്രൂഷയാണ് ഏറ്റവും ശ്രേഷ്ഠം. കർത്താവിൻ്റെ വേലയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇതിനകത്ത് നിന്ദകളുണ്ട്, അപമാനമുണ്ട്, ആക്ഷേപമുണ്ട്, പരിഹാസമുണ്ട്, അവൻ ഒത്തിരി പ്രശ്നമുണ്ട്. അങ്ങനെയാണെന്നല്ല പൗലോസം പറഞ്ഞ്, മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തി. പക്ഷേ അത് സഹിച്ചു നിന്ന് ഏൽപ്പിച്ച ശുശ്രൂഷ നീ ചെയ്യുന്നെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുന്നൊരു സുദിനമുണ്ട്. എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ആ ഭാഗമൊന്നും എടുക്കുന്നില്ല. പാമ്പ് പാടി, അമ്മാമ്മ ആടി. എന്നാൽ ഉൽപ്പത്തി വേറൊരാളുണ്ട്, പൊത്തീഫറിന്റെ ഭാര്യ പാടി, യോസേ പാടിയില്ല. അമ്മാമ്മയും കൊയറിലുണ്ടായിരുന്നതാ. ഏതാ? ഓ, മിണ്ടുന്നില്ലല്ലോ ആരും. അമ്മാമ്മ പാടി, പക്ഷെ യോസേപ്പ് ഓടി. അതാ, അത് തന്നെ ശരി. മുന്നോട്ട് ഞാൻ എനിക്കൊരു സഹായമാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. ദൈവം. അപ്പൊ ശ്രദ്ധിക്കുക, പാമ്പ് തോട്ടത്തിൽ കയറി ചതിച്ച് വഞ്ചിച്ച് ഒടുവിൽ ദൈവം തമ്പുരാൻ ഇവരെ തോട്ടത്തിന് വെളിയിലാക്കി തീജ്വാല പോലുള്ള വാളുമൊക്കെ ആയിട്ട് കെറൂബുകളെ അവിടെ നിർത്തി. 2 പേരും ജീവിതം ആരംഭിച്ചു. കയീനും ഹാബേലും ജനിച്ചു. കയീൻ ഹാബേലിനെ കൊന്നു. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെയും സന്തതി ആദമിന് ജനിച്ചു. ശേത്ത്, ഏനോശ്, കേനാന്, മഹലേല്, യാരദ്, മധൂശലേക്ക്, ലാമക്ക്, ഇങ്ങനെ തലമുറകളുണ്ടായി. നോഹയുടെ കാലം വന്നു, ജലപ്രളയം കഴിഞ്ഞു. പിന്നെ ഈ നോഹയുടെ 3 മക്കളിൽ നിന്ന് സന്തതി പരമ്പരകൾ ഉളവായി. അങ്ങനെ പിന്നെ അബ്രഹാം ജനിച്ചു. ഷേമിന്റെ വംശത്തിൽപ്പെട്ട അബ്രഹാം ജനിച്ചു. അബ്രഹാം എന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ് ഗോത്രപിതാവ്, യാക്കോബിൽ നിന്ന് 12 ഗോത്രപിതാക്കന്മാർ. ഒടുവിൽ ഉൽപ്പത്തി പുസ്തകം 49-50 2 അധ്യായം അവസാനിക്കുന്നത് നമുക്കറിയാം 2 മരണമാണ്. 1 ഗോത്രപിതാവാകുന്ന യാക്കോബിന്റെ മരണം, 2 യാക്കോബിന്റെ മകനാകുന്ന യോസേപ്പിന്റെ മരണവും. 2 മരണവും നല്ല മരണമാണ്. അപ്പൻ മരിക്കാൻ നേരത്ത് പിള്ളേരെയെല്ലാം വിളിച്ചു കൂട്ടി വെച്ച് പറഞ്ഞു, ഭാവികാലം സംബന്ധിച്ച് പറയാൻ കൂടി വരാൻ പറഞ്ഞു. കൊച്ചുങ്ങളെല്ലാം കൂടി ചെന്നെന്നുള്ളതാണ്. കൂടി വരാൻ പറഞ്ഞാൽ കാരണം ഇതുങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കൂടുകയല്ല. അതാ, ഒന്നിച്ച് കൂടുകയല്ല. എന്തുകോസുകാരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുകയായിരുന്നേ. അയ്യോ എൻ്റെ പൊന്നിച്ചു. എന്തിക്കോസ് എല്ലാം കൂടെ പോട്ടെ, IPC എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുകയായിരുന്നേ. ഡേവിഡ് മാസ്റ്റർ, ഞാൻ ആ വിഷയം പറയരുതെന്നും പറഞ്ഞാണോ സ്വോത്രം പറഞ്ഞ്? കരുണയുള്ള ദൈവമേ, പുള്ളി എന്നാ പുറപ്പാടാന്ന് ആയിരിക്കും. അതൊക്കെ എൻ്റെ പരുവത്തിന് കൊണ്ടുപോകും. സ്തോത്രം. ഒരു ലോക്കൽ സഭയിലുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതാ. എല്ലായിടത്തും പ്രശ്നമാണെന്നല്ല ഈ പറഞ്ഞത്. ഞാൻ ഉദാഹരണം പറയാം. ലോക്കൽ സഭ പോട്ടെ, ഒരു വീട്ടിലുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നേ ഒന്നും വലിയ കുടുംബ പ്രാർത്ഥനയെങ്കിലും നന്നായിട്ട് നടക്കുകയല്ലേ. വെളുപ്പിനെ പാട്ട് പാടുമ്പം അപ്പനും അമ്മയും കൂടെ പാട്ട് പാടാൻ തുടങ്ങി. വെളുപ്പിനെ
പിന്നെ അപ്പം പറഞ്ഞ് അവനെ വിളിക്ക്, എടി അവനെ അവന് പെരക്കാത്തിരുന്ന് ഇനി പാടാൻ പോലും മിക്ക വീടുകളിലും അങ്ങനെ സമ്മതിക്കുന്നില്ല. ആട്ടെ, ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നില്ല. ഒന്നിച്ചു കൂടുക, കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിന്റെ പുത്രന്മാര് കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മുടിക്ക് ചെവി തരുമെന്നാ വായിച്ച് 49:1 മുതൽ യോസെ. പെട്ടെന്ന് ഞാനത് പറയുമ്പോൾ എടുത്തു വെക്കണ്ടേ യോസെ? ഉൽപ്പത്തി 49:1 മുതൽ. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മുടിക്ക് ചെവി തരുവീൻ. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ, നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ, നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ. രൂപനെ, നീ എന്റെ ആദിജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യഫലവും. ഇത് വായിക്കുന്നതിൽ നല്ലത് വേറെ ദിവസം തന്നെ വായിക്കുന്ന നല്ലത് അതായിരിക്കും. ആണോ? കുഴപ്പമില്ല, എന്നാലും വായിച്ചു. അതെന്നതാ? രണ്ടും കൂടെ ഒക്കത്തില്ല യോസന്. അപ്പൊ നിങ്ങൾ ദൈവദാസന്മാരാരേലും വേണ്ട, നിങ്ങൾ എവിടെ ഇരുന്നു? ദൈവദാസിമാരാരേലും പാസ്റ്റർമാരുടെ ഭാര്യമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് വന്ന് വായിച്ചാൽ യോസ സൗണ്ട് നോക്കണം. ഇത് രണ്ടും കൂടെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇത്ര വായിച്ചതിന് നന്ദി. പാസ്റ്റർമാരുടെ ഭാര്യമാരാരെങ്കിലും വന്നിട്ടുണ്ടോ? യോടി, പാസ്റ്റർമാരുടെ ഭാര്യമാരെ വന്നിട്ടില്ല. കാരണം പിള്ളേരാരിലും ചടിക്കണ കൊച്ചു പിള്ളേർ വായിച്ചാൽ ചിലപ്പോൾ ഒത്തൊന്ന് വരികയല്ല. നന്നായിട്ട് വായിക്കുന്ന പിള്ളേരാരിലും ഉണ്ടേ? യോസ തന്നെ വായിക്കും. യോസ അല്ല, മോള് വന്ന മോള് ഓടി വാ എൻ്റെ പൊന്നച്ചു. വായിക്കാമോ? അഥവാ തെറ്റിയാ ഞാൻ തിരുത്തിക്കോളാം, പേടിക്കുമൊന്നും വേണ്ട കേട്ടോ. മോനെ ഇവിടെ ഒരു കസേര കൊടുക്ക്. സ്റ്റേജ് വരുന്നോ? വേണ്ട. ഇല്ല, എൻ്റെ കസേര ഇവിടെ കിടപ്പുണ്ട്, തരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ധൈര്യത്തോടെ വന്നല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, രൂപനെ, നീ എന്റെ ആദിജാതൻ, എന്റെ ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും ശക്തിയുടെ ആദ്യ ബലവും, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകത്തില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞ് തലമുറകളെ ഓരോരുത്തരെ വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് യാക്കോബ് ദൂത് പറയുന്ന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. ദൈവത്തിന്റെ മഹത്വം. മോളൊന്ന് വായിച്ചു. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ, നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ. രൂപേനെ, നീ എന്റെ ആദിജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യബലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല. ഇത് അവിടെ ഇരുന്നു. കാണാമോ? വെട്ടമുണ്ടല്ലോ. പേരെന്തുവാ? ജിജി. വായിച്ചു തരണേ. പേടിക്കൊന്നും വേണ്ട. അഥവാ എന്തെങ്കിലും തെറ്റ് വന്നാൽ ഞാനത് തിരുത്തിക്കോളാം. എനിക്ക് തെറ്റ് വന്നാൽ മോളും തിരുത്തി തരണം. അപ്പം നമ്മൾ യോജിച്ച് വേണം ഇന്ന് രാത്രി പോകാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം 49-50 2 അധ്യായം 2 മരണമാണ്. ഒന്ന് ഗോത്രപിതാവാകുന്ന യാക്കോബിന്റെ മരണം, 2 തന്റെ മകൻ യോസെഫിന്റെ മരണം. 2 മരണവും നല്ലതാണ്. എല്ലാം വിവരിക്കുന്നില്ല, വിഷയത്തിലേക്ക് വരേണ്ടത് കൊണ്ട്. യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാനൊരു കാര്യം മാതാപിതാക്കളോട് പറയാ, ചാകുന്നതിന് മുന്നേ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം. വസ്തു ഉണ്ടെങ്കിൽ പാകോടം പടി, അത് വേണം എഴുതുന്ന കാലശേഷമെന്ന് വെച്ചാൽ നല്ലതാ. അങ്ങനെ മതി. ഇല്ലപ്പോഴേ പിന്നെ ഇവിടെ അടുത്ത് ഇല്ല ജോസിന്റെ ഇത് കിടപ്പുണ്ട്, നേരെ നടന്നങ്ങോട്ട് ചെന്നാൽ മതി. ഇല്ല, എൻ്റെ പേരും മറന്നു പോയല്ലോ. ആശ്രയവാന്നോ പരാശ്രയവാന്നോ? സ്തോത്രം. അപ്പം പ്രായമൊക്കെ ആയി, എപ്പോഴാ പോകുന്നെന്ന് അറിയില്ല. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരാഴ്ച തയ്ക്കുകയല്ലെന്നും പറഞ്ഞായിരിക്കുന്നേ. പേടിക്കൊന്നും വേണ്ട, ദീർഘായുഷ ദൈവം തരട്ടെ. ഇനി എന്താണെന്നേലും കൊള്ളാം. അത് അത്യാവശ്യം വിവരമുള്ള വെണ്ടറെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതെല്ലാം നേരത്തെ ഒന്ന് എഴുതി ക്രമപ്പെടുത്തി വെക്കുന്നത് പിന്നെ നല്ലതാ.
അപ്പൊ എഴുതുമ്പം ഇങ്ങനെ കൊള്ളിച്ചെഴുതണം, എന്റെയും ചിന്നമ്മയുടെയും കാലശേഷം, അങ്ങനെ വെക്കാവൂ. വീട് ഒരു 10 സെന്റും നമ്മുടെ പേര് തന്നെ കാണണേ, ഇല്ലേ? ഇതെല്ലാം കൂടെ എഴുതി കൊടുക്കും. പിള്ളേർ പറയും പപ്പ ഇവിടെ ഒരു ഒപ്പിട്ട് ലോൺ എടുക്കാനാ, പപ്പായ്ക്ക് കിട്ടുക, എനിക്ക് അമ്മ കാശ് കൊടുക്കരുത് ബേച്ചാ, അതിൽ കുറഞ്ഞുള്ള ലോണ് മതി. അച്ഛൻ സമ്മതിച്ച്, ബാക്കി അച്ഛൻ മതി, ഒരു ചോറ് ബന്ധം ഒന്ന് നെക്കിയാൽ മതിയല്ലോ. മനസ്സിലായി? ഇതെല്ലാം കൂടി എഴുതി കിടത്ത്. അയ്യോ കുഴഞ്ഞ ഒത്തിരി കേസ് നമുക്കറിയാം. എത്ര എണ്ണമാ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. സ്തോത്രം. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. മക്കളെയും വിശ്വസിക്കാനൊക്കത്തില്ല, മരുമക്കളെയും വിശ്വസിക്കാനൊക്കത്തില്ല, തിരിച്ച് മാതാപിതാക്കളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം. ഒരുത്തരും വിശ്വസ്തനായിട്ടില്ല. വിശ്വസ്തനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രം. അതാ പുസ്തകം പഠിപ്പിക്കുന്ന കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നിങ്ങളെ കാക്കും. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം നേരത്തെ ക്രമീകരിച്ചു വെക്കണം. സ്തോത്രം. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. പെന്തിക്കോസിലുമുണ്ട് അനേക ആൾക്കാർ. ശവപ്പെട്ടിയുടെ കാശ് വരെ പിന്നെ എല്ലാം മേടിച്ച് എന്നോടും കൂടെ ഒരാൾ ചുമതലപ്പെടുത്തി ആ പൊതിക്കകത്ത് വെക്കുന്ന ഭക്ഷണം ഏതൊക്കെയാണെന്ന് വരെ പറഞ്ഞേച്ചാ പോയത്. പിന്നെ ഞങ്ങളുടെ ഒരു കൊച്ചമ്മയുണ്ട്, ഒറ്റയ്ക്ക് വിശ്വാസത്തിലായിരുന്നു. മക്കള് വിശ്വാസത്തിലല്ല, മോനെ മിലിട്ടറിയിലാണ്. അപ്പൊ അവരെ പെന്തിക്കോസുകാരെ ആരെയും വീട്ടിൽ കയറ്റുകയോ പ്രാർത്ഥിപ്പിക്കുകയോ അതിനുള്ള സാവകാശം ഒന്നും ഇല്ല. എതിരാ. കൊച്ചമ്മ നല്ല ബുദ്ധിയുള്ള കൊച്ചമ്മയാ. ആ അമ്മ നല്ല മിടുക്കിയാ, നല്ല പ്രാർത്ഥനക്കാരിയാ. അമ്മ വിവേകത്തോടെ ചെയ്തത് നല്ല കാര്യമാണ്. മരിക്കുന്നതിന് മുന്നേ കാര്യങ്ങളെല്ലാം എഴുതി ക്രമപ്പെടുത്തി. വക്കീലിന് ഒരു പേപ്പർ, എൻ്റെ കയ്യിൽ ഒരെണ്ണം, മൂത്ത മോക്കൊരെണ്ണം, നാട്ടിലൊരു ജനപ്രതിനിധിയുണ്ട് പുള്ളിയുടെ കയ്യിലൊന്ന്, പെയ്ത്തോമിലൊന്ന്, എല്ലാം കൊണ്ട് കൊടുത്തു. എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ എഴുതി വെച്ചതുപോലെ കാര്യം നടത്തി. ഞാനിവിടെ ചെന്ന് അടക്കിയത്. അതുകൊണ്ട് ആരും പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇല്ലെങ്കിൽ ഇവിടെ വലിയ ഭൂകമ്പം നടന്നേന്. ഞാൻ നല്ല കാര്യമായി പറഞ്ഞു തരുന്നേ. അല്ല നീ അങ്ങനെ ഒന്നും ക്രമീകരിക്കുന്നത് തീർന്ന്. എൻ്റെ അവിടെ പിന്നെ ഡെഡ് ബോഡി വെച്ച് പല പറയാനും വരുന്നു. ഉപദേശിമാരെ ഇട്ട് നാട് വഴി ഓടിക്കാനും പാട്ടും പാടിക്കൊണ്ട് ഓടുക. കാരണം നിന്ന് പാടാൻ മേല. മെനക്കേട് ഒപ്പിച്ച് വെക്കരുതെന്നായി പറഞ്ഞത്. അമ്മ അതെല്ലാം ക്രമപ്പെടുത്തി വെച്ചു. അത് എങ്ങനെയാ ചെയ്യേണ്ടത്, അതിൻ്റെ ഭക്ഷണങ്ങളെ ക്രമീകരണം എല്ലാം, കാശ് കൊടുക്കേണ്ടത് അതെല്ലാം അന്തസ്സായിട്ട് അടക്കുകയും ചെയ്തു. ചെല്ലിത് ചെയ്യാത്ത യാഗകാലെന്നും പറഞ്ഞായിരിക്കുന്നത്. സൂക്ഷം നീ പോകും. പ്രസംഗിക്കുന്ന ഞാനും മരിക്കും. ഒരു ദിവസം മരണം നമ്മെ പിടികൂടും. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. ധീരസാധുക്കളും ഈ ലോകം. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന, ഓർക്കായിലെന്തൂ കൈതമേ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാം, ഏത് സമയത്തും മരണം നിന്നെ പിടികൂടും. മരണത്തിന്റെ കരാളഹസ്തം എന്ന് പിടികൂടുന്നതിന് മുമ്പ്, മരണത്തിന്റെ തണുത്ത കരമെന്ന് തലോടുന്നതിന് മുമ്പ് നീയും ഞാനും ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരു തലനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ പരിശുദ്ധ നാമം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ചത്തു കഴിഞ്ഞ് പ്രാർത്ഥിച്ചോ, ചൊല്ലിയോ, ചൊലുത്തിയോ, ഊതിയോ, ഉന്തിയോ, പുകച്ചോ, ആട്ടിയോ, സെൻട്രൽ പാസ്റ്റ് വന്നത് കൊണ്ടോ, കുമ്പനാട്ടിൽ നിന്ന് വന്നത് കൊണ്ടോ, ദയറായി നിന്ന് ഇറങ്ങി വന്നത് കൊണ്ടോ, വത്തിക്കാനിന്ന് ഒരെണ്ണം സ്വർഗത്തിൽ പോകില്ല. അവരുടെ കാര്യം തന്നെ പരിവക്കേടാ. സ്വർഗത്തിൽ പോകണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, മൈൽ നടക്കേണ്ട, ഒരു ഭൗതിക വസ്തുക്കളും കൊണ്ട് കാഴ്ചയും വെക്കണ്ട, കയ്യും കാലും പൊക്കുകയും വേണ്ട, അലറുകയും വേണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന് ഹൃദയം തുറക്കത്തോടെ പറ, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം, ഞാനൊരു പാപിയാ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്റെ പാപങ്ങൾ കഴുകണം. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എന്നെ വിടുവിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും? അവരെ രക്ഷിക്കാൻ കഴിവുള്ളവനാ ക്രിസ്തു.
പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും രക്ഷിക്കപ്പെടും. അപ്പൊ ഈ മരിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്യണം, കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം. അങ്ങനെയാണല്ലോ ദാവീദ് മരിക്കുന്നതിന് മുന്നേ ചെറുക്കനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ജാകാൻ പോവുക. പിതാക്കന്മാർ പോയ വഴി കൂടെ മോളെ വായിച്ച് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവെടുത്ത് നമുക്ക് അറിവുള്ള വാക്യമെങ്കിലും മോളൊന്ന് വായിച്ചോ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ. മോളെ ഇരുത്തിയെന്നോർത്ത് ജോസ് വായിക്കാതിരിക്കണ്ട, എടുത്തെങ്കിൽ ജോസിനും വായിക്കാം, ഒരു സഹായം. ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനെ കൽപ്പിച്ചത് എന്തെന്നാൽ, ശലോമോനോട് വിളിച്ച് കൽപ്പിച്ചത് എന്തെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. പിന്നെ ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായിട്ട് കടന്നു പോകുക. പിന്നെ നീ ധൈര്യം കൊണ്ട് പുരുഷനായിരിക്കണം, പിന്നെ നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിൽ നീ കൃതാർത്ഥനാകേണ്ടതിനും നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്റെ മുൻപാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ എന്ന് പറഞ്ഞാൽ ചാകുന്നതിന് മുന്നേ പിള്ളേർക്ക് നല്ല കാര്യം പറഞ്ഞാൽ അപ്പം ചാകുന്നത്. മക്കളോട് പറഞ്ഞു, പിന്നെ എടാ ഞാൻ പിതാക്കന്മാര് പോയ വഴി, ഭൂവാസികൾ പോയ വഴി കൂടെ പോകാം. പിന്നൊരു കാര്യം, നീ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങനെ തിരിഞ്ഞാൽ ഈ പ്രമാണം വിട്ടു പോകരുത്. കുഞ്ഞുങ്ങൾക്ക് ഇതാ കൊടുക്കേണ്ടത്. നാം ദൈവമക്കളാ, ലോകക്കാരെ പോലല്ല. നാം ദൈവമക്കളാ. നിങ്ങൾ കർത്താവിനെ സേവിക്കണം, കർത്താവിനെ ശുശ്രൂഷിക്കണം, കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കണം. ഈ മാർഗത്തിൽ വന്നതാ നമ്മുടെ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ ഭാഗ്യം. ഇന്ന് കാണുന്നതെല്ലാം ദൈവം നമുക്ക് തന്നതാ. ദൈവത്തിൻ്റെ വഴി വിട്ട്, ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് നിങ്ങൾ പോകരുത്. ഇതെല്ലാം കർക്കശമായി പറഞ്ഞു കൊടുക്കണം പിള്ളേരോട്. ഇത് യാകുമ്പോഴും കുരുക്കൊപ്പിച്ചാ എടാ അതിന് ഒരു കാരണവശാലും വഴി അവർക്ക് കൊടുക്കരുത്. അവർ വഴി എൻ്റെ കാലത്ത് ഒത്തിരി ചോദിച്ചാൽ ഞാൻ ചാകാൻ പോവാ, എന്നാലും നീ ഞാൻ ചത്താലും അങ്ങനെയുണ്ട്. കുരുക്കൊപ്പിച്ചാ യാകുമ്പോഴും അവസാനം പിള്ളേരും പറയും, അച്ചായൻ ചാകാൻ നേരത്തും പറഞ്ഞത് കൊടുക്കരുതെന്ന്. ഉണ്ടോ കുരുക്കൊപ്പിക്കുന്നുണ്ടോ? ആട്ടെ, വിവരിക്കുന്നില്ല. മരിക്കാൻ നേരത്തും കുരുക്കല്ല പറഞ്ഞത്, പ്രമാണത്തിൽ നിന്നോണമെന്ന്. ഇടത്തോട്ടും വലത്തോട്ടും എങ്ങോട്ട് തിരിഞ്ഞാലും വഴി വിട്ടു പോകരുത്. അങ്ങനെ നിന്നാൽ ഒരു കുഴപ്പവും നിനക്ക് വരികയില്ല. എന്നിട്ട് ദാവീദ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മകൻ ശലോമോനോട് 2-3 കാര്യം പറഞ്ഞു. അത് നിങ്ങൾക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. നിനക്കറിയാൻ മേലാത്ത 1-2 കാര്യം പറയാം. യോബാവിനെ വെറുതെ വിടരുത്. പിന്നെ ഗേരയുടെ മകൻ ശിമയി, അവനെ നീ സൂത്രത്തിൽ ഒതുക്കണം, നീ ബുദ്ധിമാനാ. പിന്നെ ബർസില്ലായുടെ മക്കളുണ്ട്, അവരോട് നീ ദയ ചെയ്യണം. ആ 2:7 വായിച്ചേ മോളെ, എല്ലാം എടുക്കാൻ നേരമില്ല. എന്നാൽ ഗിലെയാദിനായ ബർസില്ലായുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. പിന്നെ അവൻ നിന്റെ മേശയിൽ ഭക്ഷണം കൊച്ചുങ്ങളെല്ലാം നിന്റെ മേശയ്ക്ക് നിന്ന് ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കണം. കാരണം എന്നെ അടുത്ത വാക്യം, നിന്റെ സഹോദരനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് പണ്ട് ഞാൻ ഓടിപ്പോയ കാലത്ത് അവരെനിക്ക് അങ്ങനെ തന്നെ എന്നോട് പെരുമാറി ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് തന്നെന്ന്. അതുകൊണ്ട് കൊച്ചുങ്ങളോട് ദയ കാണിക്കണം. കൊണ്ടു കൊടുത്തത് എങ്ങനെയാന്ന് ശമൂവേലിന്റെ 2-ാം പുസ്തകം 19:31 17-27 വായിച്ചേ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-27. ചെറിയ കണ്ണിക, വലത്തുവശത്ത് ഏറ്റവും മേളിൽ ചെറിയൊരു കണ്ണിക കണ്ടോ മോളെ? ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഗാശന്റെ മകൻ ശോബി, ലോദേബാരിൽ അമ്മിയലിന്റെ മകൻ മാഗീർ, രോഗേലിമിൽ നിന്ന് ഗിലെയാദിനായ ബർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേന്, വെണ്ണ, ആട, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ട് കൊടുത്തു. വിസ്തരിക്കാൻ നേരമില്ല. ഇതെല്ലാം ബർസില്ലായി കൊണ്ട് കൊടുത്തു. ബർസില്ലായി മരിച്ചെങ്കിലും ദാവീദ് മറന്നില്ല. ദാവീദ് മരിക്കാൻ നേരത്ത് തന്റെ മകൻ ശലോമോനെ വിളിച്ചു പറഞ്ഞു, പിന്നെ ആ ബർസില്ലായിയുടെ പിള്ളേരെല്ലാം നിന്റെ മേശയെന്ന് ഭക്ഷിക്കണം. ശലോമോനോട് മാതാപിതാക്കൾ കർത്താവിന്റെ വേലയ്ക്ക് നെവരെ നിൽക്കുകയും കൊടുക്കുന്നതിന്റെ ഒക്കെ ദൈവം നീതിയായിട്ട് കണക്കിടും. ദൂരോട്ടൊന്നും പോകണ്ട, ഇവിടിക്കുന്നവരെ ചൂണ്ടി പറഞ്ഞാൽ പോരെ. ഞാനിതിനാ നമ്മൾ ചിലപ്പോൾ കാനഡയിലൊന്നും പോകണ്ട, ഇവിടെ കലയവരത്തുണ്ടല്ലോ, നിന്നും കാനഡ വരെ പോകുന്നേ. ചെല്ലി പറഞ്ഞു ഓസ്ട്രേലിയ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇപ്പം നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഇപ്പം മൈക്ക് ഇരിക്കുന്നുണ്ടാകും, നിങ്ങളുടെ തന്ന നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് അനുഭവം പറയാനുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് എന്നെ വിളിച്ചുകൊണ്ട് മൈക്ക് എൻ്റെ തന്നുകൊണ്ട് ഞാൻ
അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഇതിലൊക്കെ അനുഭവസ്ഥരായി ഇവിടെ ഇരിക്കുന്നത്. മാതാപിതാക്കൾ ഉണ്മയോടെ ആമേ സന്തോഷത്തോടെ കഷ്ടതയുടെ തീച്ചൂളയിലും പ്രതികൂലങ്ങളുടെ തീച്ചൂളയിലെ കൂടെയൊക്കെ അവൻ മക്കളെയും കുടുംബത്തെ പോലും ചൊവ്വനെ നോക്കാതെ കർത്താവിന്റെ വേല ചെയ്തു. അതെല്ലാം ദൈവം നീതിയായിട്ട് കണക്കിട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതെല്ലാം ദൈവം അടുക്കടുക്കായിട്ട് തരുമെന്ന് ദൈവം ഇത് മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ലെന്നാണല്ലോ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ താഴോട്ട് വായിച്ചോ മോളെ. അറിവുള്ള വാക്യമാ. കലയപുരംകാർക്ക് ദർപ്പക്കാർക്ക് ഇതെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ദൂരെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അവരൊന്നും അറിഞ്ഞോട്ടെ മോളെ. 6:9. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നെന്നും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിക്കും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. ഞാനും നീയും സേവിക്കുന്ന കർത്താവ് അനീതിയുള്ള ദൈവമല്ല. നീ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താലും മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. ഇന്ന് രാത്രി കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഉറപ്പിച്ചും തറപ്പിച്ചും പറയട്ടെ, നിന്റെ സാധ്യതയെയും ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരെ അവൻ മേശമേലിരുത്തുവെന്ന് ദാവീദ് മരിക്കാൻ നേരത്ത് യാലോബനോട് പറഞ്ഞു, നിനക്ക് അറിയാൻ മേലാത്ത കാര്യമാ, പറഞ്ഞു തരാ. ഞാൻ നിന്റെ ഏട്ടൻ്റെ മുന്നിൽ നിന്ന് പണ്ട് ഓടിപ്പോയപ്പം ഞാൻ ബർസില്ലായി കൊണ്ട് ഭക്ഷണമൊക്കെ കൊണ്ട് തന്ന കിടക്ക, കിണ്ണം, മൺപാത്രം, പിന്നെ ഗോതമ്പ്, യവം, മാവ്, മലര്, അമരിക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട. കൊടുക്കേണ്ടവന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കാൻ പഠിച്ചെന്നുള്ളതാണ്. അല്ലാതെ കൺവെൻഷൻ തീരുമ്പം സാമ്പാർ കല എടുത്ത് കമത്തി കാണിക്കുന്നതല്ല. അതാണോ? അങ്ങനെയാണോ? പഴം തീർന്ന് കാളാമുണ്ടിനെ മാറ്റി നിൽക്കുക, പിന്നെ അങ്ങോട്ട് ചെല്ലുകയല്ല, വേണ വെച്ച് അടിക്കും. എന്നെ നിങ്ങൾക്കെല്ലാവരും കൊണ്ട് കൊടുക്കുക എന്ന് ഇഷ്ടംപോലെ അങ്ങ് കൊടുക്കുക. ദൈവത്തിന്റെ മഹത്വം. കിണ്ണങ്ങളും ഗോതമ്പും യവവും മുന്തിരി അത്തി എല്ലാം കൊണ്ട് കൊടുക്കുകയല്ലേ. വെണ്ണ, പാലും വെള്ളമല്ല. നമ്മൾ 1 കവറ് പാല് മേടിച്ചു 5 കവറ് വെള്ളം ഒഴിച്ചത് പിന്നെ 8 കലക്ക് ഈ ഇളാവെള്ളം പോലെ കിടക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ല. ചിലർ നന്നായിട്ട് ചെയ്യുന്നവരുമുണ്ട്. മുഴുവൻ തൈലപ്പൊടി എടുത്തപ്പോൾ അത് കുറേയേറെ വേണം പറഞ്ഞാൽ വേവിച്ചാൽ അതിന് കടുപ്പം ആവശ്യമാണ്. അടിച്ച് കടുപ്പത്ത് ബേബി ഒരു കുടി ചെറിച്ചൊരു കിടക്കൂ ഉണ്ണയ്ക്ക വേവിച്ചാൽ 1 കപ്പ് വേവിച്ചാൽ ഇച്ചിരി കുടിച്ചേച്ച് പമ്മി നിന്ന് നമ്മളും കൊണ്ട് ഇതിനുമ്പോൾ വേവിച്ചാൽ അങ്ങോട്ട് കളഞ്ഞു വെച്ച് ഇതൊക്കെ കൊടുക്കേണ്ടതുപോലെ കൊണ്ട് മോളെ വാക്യം വായിച്ച് എല്ലാവരും കേൾക്കട്ടെ. ചൊവ്വിന് കേൾക്കല്ല എങ്ങനെയാ കൊടുത്തെന്ന്. 17-27 മുതൽ വായിച്ചേ. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഗാശിന്റെ മകൻ ശോബി, പിന്നെ ലോദേബാരിൽ നിന്ന് അമ്മിയേലിന്റെ മകൻ മാഹീർ, പിന്നെ രൊഗേലിമിൽ നിന്ന് ഗിലെയാദനായ ബർസില്ലായി. ഇവർ കിടക്കകള്, കിണ്ണം, മൺപാത്രം ദാവീദിനോട് കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ഇതെല്ലാം സാധനമാണ്. നമ്മൾ 2 ഉണക്കച്ചപ്പാത്തി കൊടുത്തേച്ച് അടിക്കുന്ന ഹീർവാണം. ചപ്പാത്തി ഇങ്ങനെ നിൽക്കുക. തങ്കച്ചനാടെ താമസെന്ന് ചോദിച്ച് ഞാൻ തമാശൊന്നും പറഞ്ഞതല്ല. ഇഷ്ടംപോലെ സാധനം കൊണ്ട് കൊടുത്ത് ഇഷ്ടംപോലെ കഴിക്കാൻ പറഞ്ഞു. ദൈവത്തിന് മകത്ത് കൊണ്ട് കൊടുക്കുക. കർത്താവിൻ്റെ നാമത്തിലല്ലേ ചെയ്യുന്നേ. അതൊക്കെ ദൈവം കുറിച്ചു വെക്കുമെന്ന് മലാക്കി പുസ്തകത്തിൽ എഴുതിക്കുന്ന സ്മരണയുടെ പുസ്തകമുണ്ടെന്ന്. നീ ചെയ്യുന്നതെല്ലാം അവിടെ ആമെ കുറിച്ച് വെച്ചിരിക്കുക. സമയമാകുമ്പോൾ അത് പുസ്തകം തുറക്കും, തരും. അങ്ങനെയാണല്ലോ സംഭവിച്ചത്. രാജാവിന് രാത്രി ഉറക്കം വരുന്നില്ല. പുള്ളി തിരിഞ്ഞും പറഞ്ഞ് കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല. ഇന്നാന്നേ നമ്മൾ മൊബൈൽ എടുത്തുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കാട്ടിയ കുറച്ചൊക്കെ രക്ഷപ്പെടാം. അന്ന് മൊബൈൽ ഇല്ലല്ലോ. പുള്ളി തിരിഞ്ഞും പറഞ്ഞും കിടക്കുന്ന ഉറക്കം വരുന്നില്ല, ആകെ പ്രശ്നമായി. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യുക, ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരാൻ. അപ്പം ഡെയിലി ഡയറി അത് കൊണ്ടുവന്ന് പുള്ളി ഇങ്ങനെ താള് മറിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഹെഡിങ്ങിൽ എഴുതിയേക്കുന്ന മൊർദെഖായി എന്ന ആ ഭാഗം അങ്ങോട്ട് വായിച്ച് ഏതാണ്ട് വെളുപ്പാകുക.
അപ്പോൾ തന്നെ കയ്യേറ്റം ചെയ്യാമെന്ന ബിഗ്ധാന ശേരസ് 2 പേര് കയ്യേറ്റം ചെയ്യാമെന്ന കാര്യം പടിവാതുക്കൾ ജാഗരിച്ച് കിടന്ന മൊർദെഖായി അവൻ ന്യൂസ് തന്നു. അതിന്റെ വെളിച്ചത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ചപ്പോൾ അന്വേഷണം നടത്തിയപ്പോൾ കൃത്യമാണെന്ന് തെളിഞ്ഞു. അങ്ങനെ ആ കയ്യേറ്റം ചെയ്യാമെന്നവരെ കയ്യേറി അവരെ തൂക്കിക്കളയുകയും ഒക്കെ ചെയ്തു. ആമൻ പിന്നെ ഒപ്പ്. പക്ഷേ ചെയ്ത ഇത് അറിയിച്ച പുള്ളിക്ക് പ്രതിഫലം ഒന്നും കൊടുത്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ എൻ്റെ ചിന്ത, അപ്പോൾ ഒരു 4:45 വെളുപ്പിനെ പുള്ളി ഡെയിലി ഡയറി വായിച്ചപ്പോളേ പുള്ളി പുസ്തകം അവന് എഴുതിയിട്ടില്ല. സാധാരണ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും തിരിച്ചു കൊടുക്കുമ്പോൾ അത് പ്രതിപകാരം ചെയ്യുമ്പോൾ എഴുതുക. ഇത് എഴുതിയിട്ടില്ല, അവിടെ ഒപ്പം നിട്ടിട്ട് പിന്നെ ഒന്നുമില്ല. അന്നേരം മറ്റേ കക്ഷി വാതുക്കൽ മൊർദെഖായിക്കെതിരെ അപേക്ഷയെല്ലാം എഴുതി ചുരുട്ടി പിടിച്ചിങ്ങനെ നിൽക്കുക. വെളുപ്പിനെ ഉറക്കാളച്ച് സ്തോത്രം. ഇങ്ങേരകത്ത് കിടന്ന് ദിനവൃത്താന്തം വായിച്ചോ എന്ന് ഈ പൊട്ടൻ അറിഞ്ഞില്ല. യവനെ പെമ്പിളയുടെയും കൂട്ടരുടെയും വാക്ക് കേട്ട് 50 മുഴ ഉയരമുള്ള കടുകുമരെല്ലാം ഒരുക്കിയേച്ച് അപേക്ഷയെല്ലാം എഴുതി രാജാവ് വെളുപ്പിനെ എഴുന്നേറ്റാണ് ഇതങ്ങ് കൊടുക്കാൻ നിൽക്കുക. പുള്ളി ചുരുട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. ഈ പൊട്ടൻ അറിയുന്നുണ്ടോ പുള്ളിക്ക് ദൈവം ഉറക്കം തടഞ്ഞേച്ച് ദിനവൃത്താന്ത പുസ്തകം വായിപ്പിക്കുകയാണ്. നീ അറിയാതെ നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. നീ ജാഗരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം മറുതലത്തിൽ യുദ്ധം ചെയ്യുമെന്നായി പറഞ്ഞത്. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുമെന്ന്. രാജാവ് ഉറക്കമെല്ലാം അളച്ച് വായിച്ചേച്ച് പുസ്തകം മടക്കി വെച്ച് പറഞ്ഞ് ആരവിടെ? ഇയാൾ വാതിക്കെ നിൽക്കുക. ചാടി അകത്തിയെന്ന് ഞാനുണ്ടെന്ന്. പുള്ളി വായിച്ചതിന്റെ വെളിച്ചത്തിലാ ചോദിച്ചത്. രാജാവ് ബഹുമാനിക്കുന്ന പുരുഷന് ഈ വട്ടനോർത്ത് എന്നെ ആയിരിക്കും ബഹുമാനിക്കുന്നെന്ന്. അയ്യോ, രാജാവിന്റെ കുതിരപ്പുറത്ത് കയറി രാജവസ്ത്രമൊക്കെ ധരിപ്പിച്ച് രാജപതികളെ കൂടി ഇങ്ങനെ വിളിച്ച് പറയിപ്പിക്കണം. രാജാവ് ബഹുമാനിക്കുന്ന പുരുഷൻ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഉടനെ മറുപടി, ഇത് ഒന്നും കുറയാതെ മൊർദെഖായി ചെയ്തേച്ച് 9:30 വരാൻ പറഞ്ഞു. എൻ്റെ ഭാഷ പറഞ്ഞ പുള്ളി 90 പോയത്. ഇങ്ങോട്ട് 45 കണ്ടാ വന്നേ. 90 പോയി. പെമ്പള പറഞ്ഞ് അവൻ ഏകൂതനാന്നേ നീ ജയിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന നിന്നെ ഒരുത്തനും തൊടുകയല്ല. നീ കേസിന് പോകരുത്, കോടതിക്ക് പോകരുത്, വഴക്കുണ്ടാക്കാൻ പോകരുത്, പുക്കാറുണ്ടാക്കാൻ പോകരുത്, വക്കീലിനെ പിടിക്കാൻ പോകരുത്, അവൻ രാഷ്ട്രീയക്കാരുടെ പുറകെ പോകരുത്, MLA യുടെയും MP യുടെയും പഞ്ചായത്ത് മെമ്പറിൻ്റെ ഒന്നും പുറകെ. അവരൊക്കെ അവരെ ഏൽപ്പിച്ച കാര്യം ചെയ്തോട്ടെ. ഇതിൻ്റെ ഒന്നും വാലെ പിടിച്ച് നീ നടക്കരുത്. ഓരോരുത്തൻ്റെ പുറകെ നീ പോകരുത്. നീ ചെയ്യേണ്ട കാര്യം മുഴങ്കാലും മേലിരിക്കണം. നീ പ്രാർത്ഥനയിൽ പോരാടണം. കാരണം അങ്ങനെ പോരാടുമ്പോൾ രാജാക്കന്മാരുടെ ഹൃദയം യഹോവകടയിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും. അടിച്ച് ദൈവം തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുമെന്ന്.